Hi everyone, welcome to Travel Vibes and thanks for joining me on my very first video. യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അറിവ് നേടാൻ പുസ്തകങ്ങൾ വായിച്ചാൽ മതി എന്ന് പറയാം. പക്ഷേ അറിവും അനുഭവങ്ങളും ഒരുപോലെ നേടാൻ യാത്രയോളം നല്ലൊരു മാർഗ്ഗമില്ല. കഴിഞ്ഞ ആഴ്ച ഞാനൊരു യാത്രയിലായിരുന്നു. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നിന്ന് 1500 കിലോമീറ്റർ ദൂരെയുള്ള ജോർദാനിലേക്ക് ഒരാഴ്ച നീണ്ടുന്ന ബസ് യാത്ര. ജോർദാൻ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. ചരിത്രവും ടൂറിസവും കൊണ്ട് നിറഞ്ഞ ഒരു ട്രഷർ ബോക്സ് എന്നാണ് ജോർദാൻ അറിയപ്പെടുന്നത് തന്നെ. അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. സാൻഡ്സ്റ്റോൺ മലനിരകളാൽ ചുറ്റപ്പെട്ട വളരെ മനോഹരമായൊരു മരുഭൂമിയാണ് വാദിറം. ഒരുപാട് ലോക ക്ലാസിക് സിനിമകൾക്ക് പശ്ചാത്തലമായ ഒരിടം കൂടിയാണത്. ലോകാത്ഭുതമായ പെട്രയാണ് പിന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഇടം പിടിച്ച 2300 വർഷങ്ങൾക്ക് മുൻപ് നബാത്തിയൻസ് പണി കഴിപ്പിച്ച ഒരു അത്ഭുത നഗരമാണ് പെട്ര. അതുപോലെ ഡെഡ് സീ, അക്കബ, അമ്മാൻ, അങ്ങനെ ഒരുപാട് ഡെസ്റ്റിനേഷൻ. അമ്മാൻ നഗരത്തിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ജേർണി ആൻഡ് ഫീൽ ദ വൈബ്സ്. സൗദി അറേബ്യയിലെ കോബാറിൽ നിന്നാണ് ഈ ബസ് പുറപ്പെടുന്നത്. ഞാൻ അവരോടൊപ്പം റിയാദിൽ നിന്നാണ് ചേരുന്നത്. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സംഘമായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്നത് മുഴുവൻ. പാട്ടും നൃത്തവുമൊക്കെ ആയിട്ട് ബസ് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഈ തൊപ്പി വെച്ചിരിക്കുന്നതാണ് ആ ബസ്സിലെ ഏറ്റവും വലിയ ഗായകനായ ആൻ്റണി. അദ്ദേഹത്തിൻ്റെ സുന്ദരിയവ ആ ബസ്സിനെ ഇളക്കി മറിച്ചു എന്ന് വേണം പറയാൻ. ഞങ്ങളുടെ കയ്യടി ഒന്നും വകവെക്കാതെ മുഴുവൻ പാട്ടും ആൻ്റണി ഞങ്ങളെ കൊണ്ട് കേൾപ്പിച്ചു. പിന്നെ അന്താക്ഷരിയായിരുന്നു. മലയാളത്തിൽ ഹിയായും കിയായും വെച്ച് പാട്ടില്ലെങ്കിലും ഹിന്ദിയിൽ നിന്ന് അതെല്ലാം വന്നതോടെ അന്താക്ഷരി പൊളിഞ്ഞു എന്ന് വേണം പറയാൻ. മനസ്സിലുള്ള സിനിമാ പേര് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങൂ എന്ന വാശിയിൽ അഭിനയിച്ച് തകർക്കുകയാണ് നൗഫീന. വൈകുന്നേരം ഭക്ഷണം എല്ലാം കഴിച്ച് സ്വസ്ഥമായിട്ടൊരു ഭാഗത്ത് ഇരുന്ന് ഉറങ്ങാമെന്ന് കരുതിയതായിരുന്നു. അപ്പണ്ട് ദേ വെച്ചിരിക്കുന്നത് പാട്ട്, അത് നട്ടപ്പാതിരക്ക്. പിന്നെ ഒരുത്തിനെ പോലും സീറ്റിലിരിക്കാൻ സമ്മതിച്ചിട്ടില്ല. അതിൽ റിസ്വാൻ്റെ ആപ്പിൾ സ്റ്റെപ്പായിരുന്നു ഹൈലൈറ്റ്. അങ്ങനെ ഹായിലും തബൂക്കും പിന്നിട്ട് അക്കബ ബോർഡർ വഴി ഞങ്ങൾ ജോർദാനിൽ പ്രവേശിച്ചു. 4 ദിവസം ഞങ്ങൾ ജോർദാനിൽ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവസാന ദിവസമാണ് ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാൻ നഗരം ചുറ്റിക്കാണാനായി ഞങ്ങളെത്തിയത്. ബൈസൻസ്, ഗ്രീക്ക്, റോമൻ, പേർഷ്യൻ എന്നീ മിക്സ്ഡ് കൾച്ചറുള്ള ഒരു സിറ്റിയാണ് ജോർദാൻ്റെ തലസ്ഥാനമായ അമ്മാൻ. നഗര ഹൃദയഭാഗത്തുള്ള അമ്മാൻ സിറ്റാഡൽ കാണാനാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോയത്. അമ്മാനിലെ ഏറ്റവും ഉയരമുള്ള കുന്നായ ജബൽ അൽ ഖലായിലാണ് സിറ്റാഡൽ സ്ഥിതി ചെയ്യുന്നത്. പുരാതന റബ്ബത്ത് അമ്മോണിൻ്റെ സ്ഥലമാണിത്. വെങ്കലയുഗം മുതൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇത് 1700 മീറ്റർ നീളമുള്ള മതിലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് വെങ്കല, ഇരുമ്പ് യുഗങ്ങളിലും റോമൻ, ബൈസൻറ്റൈൻ, ഉമയ്യാദ് കാലഘട്ടങ്ങളിലും പലതവണ പുനർനിർമ്മിക്കപ്പെട്ടു. സിറ്റാഡലിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചകൾ ഹെർക്കുലീസ് ക്ഷേത്രവും ഉമയ്യാദ് കൊട്ടാരവുമാണ്. ജോർദാൻ്റെ ചരിത്രം ആകർഷകമാണ്. പേർഷ്യൻ കാലഘട്ടം മുതൽ ഹെലനിസ്റ്റിക് കാലഘട്ടം വരെയും നെബേഷ്യൻ കാലഘട്ടം വരെയും പിന്നീട് റോമൻ, ബൈസൻറ്റൈൻ കാലഘട്ടം മുതൽ ഉമയ്യദ് കാലഘട്ടം വരെയും ഒട്ടോമൻ കാലഘട്ടം മുതൽ ആധുനിക കാലഘട്ടം വരെയും നിരവധി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിനാൽ രാജ്യം വ്യത്യസ്ത സംസ്കാരങ്ങളുടെ മനോഹരമായ ഒരു മിശ്രിതത്തെ പ്രദർശിപ്പിക്കുന്നു. ടെമ്പിൾ ഓഫ് ഹെർക്കുലീസ് എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. ക്രിസ്ത്യൻ, മുസ്ലിം മതവിശ്വാസികൾ ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുന്നത് പോലെയാണ് ജോർദാൻ സന്ദർശിക്കുന്നത്. കാരണം ബൈബിളിലും ഖുറാനിലും പരാമർശിച്ച ഒട്ടനവധി പ്രവാചകർക്ക് ജന്മം നൽകിയ നാടാണ് ജോർദാൻ. ജോർദാൻ്റെ തലസ്ഥാനമാണ് അമ്മാൻ. അമ്മാൻ നഗരം രൂപം കൊണ്ടത് 3800 വർഷങ്ങൾക്ക് മുൻപ് BC 1800-കളിലാണ്.
അന്ന് പണിത കോട്ടയാണ് അമ്മാനിലുള്ളത്. ചരിത്രാന്വേഷികൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട നഗരം തന്നെയാണ് അമ്മാൻ. ജോർദാൻ സ്വദേശിയായ മുഹമ്മദ് ത്വൈസി ആയിരുന്നു ഞങ്ങളുടെ ഗൈഡ്. വളരെ പ്രൊഫഷണലായി മാത്രം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന അദ്ദേഹത്തിന് ഏഷ്യക്കാരായ ഞങ്ങൾ ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. സമയത്തിൻ്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്ന യൂറോപ്യൻസിനെ മാത്രം കണ്ടു ശീലിച്ച അദ്ദേഹത്തിന് കൃത്യനിഷ്ഠ ഒട്ടുമില്ലാത്ത ഞങ്ങൾ ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് സമ്മാനിച്ചത്. അങ്ങ് ദൂരെ ഒരു മല മുഴുവൻ പെട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കെട്ടിടങ്ങൾ പണിത് വെച്ചിരിക്കുന്നത് കാണുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയുള്ള കാഴ്ചയാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തണുത്ത കാലാവസ്ഥയാണ് ജോർദാനിലുള്ളത്. മലഞ്ചെരുവിൽ അങ്ങ് ദൂരെ അർദ്ധവൃത്താകൃതിയിൽ കാണുന്നതാണ് റോമൻ ആംഫി തിയേറ്റർ. 2000 വർഷങ്ങൾക്ക് മുൻപ് റോമക്കാരുടെ നിയന്ത്രണത്തിലും ഭരണത്തിലുമുള്ള നഗരമായിരുന്നു അമ്മാൻ. കൃത്യമായ ചരിത്ര രേഖകളില്ലെങ്കിലും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ AD 161-180 കാലഘട്ടത്തിലാണ് ടെമ്പിൾ ഓഫ് ഹെർക്കുലീസ് നിർമ്മിച്ചതായി പറയപ്പെടുന്നത്. റോമൻ ഭരണാധികാരിയായിരുന്ന മാർക്കസ് ഔറേലിയസ് ചക്രവർത്തിയുടെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഈ സമയത്ത് റോമൻ സാമ്രാജ്യത്തിലെ പൊതുകെട്ടിടങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നിർമ്മാണം സാധാരണയായി പൊതു ഉദ്യോഗസ്ഥർ, സമ്പന്നരായ വ്യക്തികൾ അല്ലെങ്കിൽ ദൈവപ്രീതി നേടാൻ ആഗ്രഹിക്കുന്ന സൈനിക കമാൻഡർമാർ എന്നിവരൊക്കെയാണ് നിർമ്മിച്ചിരുന്നത്. അമ്മാൻ സിറ്റാഡൽ മുഴുവനായി ചുറ്റി നടന്നു കണ്ട ശേഷം പിന്നീട് ഞങ്ങൾ പോയത് അതിനോട് ചേർന്ന് തന്നെയുള്ള ഉമയ്യദ് പാലസ് കാണുന്നതിന് വേണ്ടിയാണ്. ഉമയ്യദ് കൊട്ടാരം നിർമ്മിക്കുന്നത് 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ്. അമ്മാനിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ ഒരു വലിയ ജലസംഭരണിയുമുണ്ട്. ഭീമാകാരമായ കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കൊട്ടാരം പിന്നീട് ജോർദാൻ പുരാവസ്തു വകുപ്പ് പുനർനിർമ്മിച്ചതാണ്. കൊട്ടാരത്തിന് മുകളിലുള്ള താഴികക്കുളം പിന്നീട് പുനർനിർമ്മിച്ചതാണ്. ഉമയ്യദ് കാലഘട്ടത്തിലെ പ്രൗഢി വിളിച്ചോതുന്ന നിർമ്മിതി തന്നെയായിരുന്നു ആ കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഇരുവശങ്ങളിലായി ഭീമാകാരമായ 2 അറകളാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നിറങ്ങി പിന്നീട് പോയത് ചരിത്ര പ്രസിദ്ധമായ റോമൻ ആംഫി തിയേറ്റർ കാണുന്നതിനാണ്. കലയും സംസ്കാരവും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിരുന്ന റോമക്കാർ അവരുടെ ഭരണകാലഘട്ടത്തിൽ സാമ്രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ആംഫി തിയേറ്ററുകൾ പണികഴിപ്പിച്ചിരുന്നു. വലിയ കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇരിപ്പിടങ്ങളായിരുന്നു റോമൻ ആംഫി തിയേറ്ററിനുള്ളിൽ. ഒരേ സമയം 6000-ഓളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഈ തിയേറ്ററുകൾ. ഇവിടെ മല്ലയുദ്ധങ്ങൾ, കായിക മത്സരങ്ങൾ, നാടകങ്ങൾ എന്നിവയെല്ലാം സംഘടിപ്പിച്ചിരുന്നു. മല്ലയുദ്ധങ്ങളെന്നാൽ 2 പേർ തമ്മിലുള്ള മത്സരം. അതിലൊരാൾ മരിച്ചു വീഴുന്നതുവരെ ആ മത്സരം നീളും. അതിനെ ആർപ്പുവിളികളോടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഗ്യാലറിയിൽ നിറയെ ആളുകൾ. പിന്നീട് ഞങ്ങൾ നേരെ പോയത് അമ്മാൻ്റെ തെരുവുകളിലേക്കാണ്.
ഒരു അറേബ്യൻ മധുരപലഹാരമായ കുനാഫ് നിർമ്മിക്കുന്ന കടയായിരുന്നു ആദ്യം ഞങ്ങൾ കണ്ടത്. മിക്കവാറും മിഡിൽ ഈസ്റ്റിൽ എല്ലായിടത്തും കാണുന്ന ഒരു മധുരപലഹാരമാണിത്. വലിയ തളികകളിൽ പല രുചികളിൽ നിർമ്മിക്കുന്ന കുനാഫ അതിൽ നിന്ന് ആവശ്യക്കാർക്ക് മുറിച്ചെടുത്ത് നൽകുകയായിരുന്നു. ജോർദാനിലെ ഏറ്റവും വലിയ സിറ്റിയാണ് അമ്മാൻ. ജോർദാൻ്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അമ്മാനിലൂടെയാണ്. വലിപ്പത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ 5ാമത്തെ സിറ്റിയാണ് അമ്മാൻ. മിഡിൽ ഈസ്റ്റിലുള്ളവർ പൊതുവെ അവരുടെ പരമ്പരാഗത വസ്ത്രമാണ് ധരിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ജോർദാനിലുള്ളവർ സാധാരണ ടീഷർട്ടും പാൻറ്റും ധരിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസായ വാദി റം, പെട്ര എല്ലാം സന്ദർശിച്ച സമയത്ത് അവിടെയുള്ളവരെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരുന്നെങ്കിൽ ജോർദാൻ്റെ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം അറബി മാത്രം കൈകാര്യം ചെയ്യാൻ അറിയുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അറബി ഭാഷ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഇവിടെ വന്നുപെട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അമ്മാനിലെ തെരുവിലൂടെ അങ്ങ് നടക്കുമ്പോൾ പലതരത്തിലുള്ള കടകൾ ഞങ്ങളവിടെ കണ്ടു. പരമ്പരാഗത വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ, സ്നാക്സ് വിൽക്കുന്ന കടകൾ, അതുപോലെ റൊട്ടി ഉണ്ടാക്കി വിൽക്കുന്ന കടകൾ, സ്വീറ്റ്സുകൾ, പിന്നെ കരകൗശല വസ്തുക്കൾ. ഈ കരകൗശല വസ്തുക്കളുടെ കടയിൽ ചെന്ന സമയത്ത് അവിടെ ഇറാഖിൻ്റെ കറൻസികൾ ഒരുപാടുണ്ടായിരുന്നു. സദ്ദാം ഹുസൈൻ്റെ ഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന കറൻസികൾ. അത് വലിയൊരു കൗതുകമായിട്ട് തോന്നി. കാരണം സദ്ദാം ഹുസൈൻ്റെ ഭരണകാലത്തിന് ശേഷം ആ കറൻസികളെല്ലാം അവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അത് പിന്നെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടയിലായി അതിൻ്റെ സ്ഥാനം. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരുപാട് കടകൾ ആ തെരുവിലൂടെ കണ്ടു. അത് എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. കാരണം ജോർദാനിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പല രാജ്യത്തും വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഓർമ്മപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം എല്ലാവരും കളക്ട് ചെയ്യുമല്ലോ. അതുപോലെ കണ്ട മറ്റൊരു കാഴ്ചയാണ് സാൻഡ് ബോട്ടിൽ ആർട്ട്. കുപ്പികളിൽ പലതരത്തിലുള്ള മണലുകൾ നിറച്ച് അതിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന കാഴ്ച. അത് വളരെ മനോഹരമായിട്ട് തോന്നി. അതുപോലെ കണ്ട മറ്റൊരു കാഴ്ചയാണ് മാർബിൾ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പലതരം വസ്തുക്കൾ. ഫ്രൂട്ട്സിൻ്റെ ആകൃതിയിൽ, പിരമിഡിൻ്റെ ആകൃതി, മൃഗങ്ങളുടെ ആകൃതിയിലൊക്കെ ആയിട്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരം പഴങ്ങൾ വിൽക്കുന്ന കടകളും തെരുവിൽ കണ്ടു. റോമൻ ആംഫി തിയേറ്ററിൻ്റെ ഒരു വിദൂര ദൃശ്യമാണത്. അതുപോലെ ജോർദാനിൽ പലയിടത്തും ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് ഇവിടെയുള്ള ചെറിയ ജോലികളെല്ലാം ചെയ്യുന്നത് ഫലസ്തീനിൽ നിന്നും മറ്റും വന്ന അഭയാർത്ഥികളാണ്. ഫലസ്തീനിൽ നിന്ന് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിച്ച രാജ്യവും ജോർദാനാണെന്ന് ഞാൻ എവിടെ വായിച്ചതായി ഓർത്തു. അങ്ങനെ പലതരം കാഴ്ചകൾ കണ്ട് അമ്മാൻ നഗരത്തിലൂടെ ഞങ്ങളങ്ങനെ നടന്നു.
ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല വിഷ്വൽസ് ഒന്നും എടുത്തിട്ടുമില്ല. വളരെ ചെറുപ്പം മുതലേ ഡയറി എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും പണ്ട് മുതലേ ഞാൻ കുറിച്ച് വെക്കുമായിരുന്നു. ഞാൻ എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങൾ ഒരു ഡയറി പോലെ കുറിച്ച് വെക്കാനാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. പിന്നീടാണ് അതൊരു വീഡിയോ ആയിട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് തീരുമാനിക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നത്. അമ്മാൻ തെരുവിലൂടെ അങ്ങനെ നടന്ന് എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഭക്ഷണം കഴിക്കാനാണ് പോകേണ്ടത്. അപ്പോൾ ഗൈഡ് എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിറങ്ങി ഞങ്ങൾ അമ്മാനോട് വിട പറയാനുള്ള ഒരുക്കത്തിലാണ്. 4 ദിവസം ജോർദാനിൽ ചെലവിട്ട് ഇന്ന് സൗദി അറേബ്യയിലേക്ക് തിരിച്ചു പോവുകയാണ്. അമ്മാൻ നഗരത്തിൽ ഞാൻ കണ്ട കാഴ്ചകൾ പരമാവധി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങളും ഈ വീഡിയോടൊപ്പം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഏറ്റവും നല്ല വിഷ്വൽസ് എടുത്തിട്ടുള്ളത് വാദി റമ്മിൽ നിന്നും അതുപോലെ പെട്രയിൽ നിന്നുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിന് ശേഷം ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അമ്മാനിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ബൈ.